ഹലോ ഗായ്സ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാക്കേജിംഗ് ഡിസൈനിങ് ആണ്. ഇല്ലുസ്ട്രേറ്ററിൽ എങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു പാക്കേജിംഗ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു 2 പാർട്ടാക്കിയിട്ടാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തേത് ഒരു പൊട്ടാറ്റോ ചിപ്സിൻ്റെ ഒരു പാക്കേജും ഒരു ബോക്സ് ടൈപ്പ് പാക്കേജുമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് തുറന്ന് നോക്കാം. ക്ലയൻറ്റ് തന്നിട്ടുള്ള ഡീറ്റെയിൽ അത് ഞാനിവിടെ ഇല്ലുസ്ട്രേറ്ററിൽ അവർ തന്ന പ്രകാരം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു റിയൽ ക്ലയൻറ്റ് തരുന്ന റിക്വയർമെൻറ്റ് എങ്ങനെയായിരിക്കും, അതെങ്ങനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടൊരു പാക്കേജിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് വരെ നമുക്ക് ഇതിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ബ്രാൻഡ് പേര് സിങ്കോ എന്നാണ്. റിച്ച്ഡ് പൊട്ടാറ്റോ ചിപ്സ് സ്പൈസി വേരിയൻ്റാണ് അവരുടെ പ്രൊഡക്റ്റ്. പില്ലോ പൗച്ച് ആയിരിക്കും. അതാണ് അതിൻ്റെ സൈസ് വരുന്നത്. 10 mm ടോട്ടൽ ബ്ലീഡിങ് വരും. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, അവരുടെ ഒരു ബ്രീഫ് എന്തായിരിക്കണം, അവരുടെ ഡിസൈൻ ആവേണ്ടത് എന്നുള്ളതിൻ്റെ അവരുടെ ഒരു ബ്രീഫാണ്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ അവരുടെ പാക്കേജിൽ ഉൾപ്പെടുത്താൻ തന്നിട്ടുണ്ട്. ലാസ്റ്റ് അവരുടെ ഒരു EIN 13 കോഡുകളും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇതാണ് അളവ്. അപ്പോൾ നമുക്കൊരു പാക്കേജിൻ്റെ ഒരു ഡൈ കട്ട് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഈ പാക്കേജിൻ്റെ സൈസ് നോക്കാം. 175 വിഡ്ത്തും ഹൈറ്റ് 240 ഇവരുടെ പാക്കേജിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതിൽ ടോട്ടൽ 10 mm ടോട്ടൽ ബ്ലീഡിങ് ഉണ്ടാവും, ഇൻക്ലൂഡിങ് ബാക്ക് സീലിങ്. അപ്പോൾ പില്ലോ പൗച്ച് ആകുമ്പോൾ ബ്ലീഡിങ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആ പാക്കേജ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആദ്യം ഇല്ലുസ്ട്രേറ്ററിൽ പുതിയൊരു ഡോക്യുമെൻ്റ് ന്യൂ കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ആണ്. അപ്പോൾ MM നമുക്ക് വിഡ്ത്ത് നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ വിഡ്ത്ത് നമുക്കിപ്പോൾ ഒരു 300 നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, 300 ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താക്കാം, ആ ഒരു പാക്കേജിങ്ങിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി. ഇനി അടുത്തത് 175 വിഡ്ത്തിൽ ഒരു ബോക്സ് ഉണ്ടാക്കാം. നമ്മൾ നേരെ നമ്മുടെ എന്താണ് പറയുക, ബോക്സ് ടൂള് എടുക്കുക. ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം നമുക്ക് ആ ഒരു ഡീറ്റെയിൽ എടുക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവത്. ഓക്കെ, ഇതെടുത്തിട്ട് ഇതിവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. 175 വിഡ്ത്താണ്, ഹൈറ്റ് 240 ഹൈറ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് സ്ട്രോക്ക് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫില്ലായിട്ടാണുള്ളത്, സ്ട്രോക്ക് ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആർട്ട് ബോർഡ് ഒന്ന് വലുതാക്കാം. ഷിഫ്റ്റ് അടിച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ആർട്ട് ബോർഡ് ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് വലുതാക്കാം. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ബാക്ക് വേണം. ഇതിപ്പോൾ ഫ്രണ്ട് സൈഡ് നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് ഫ്രണ്ട് സൈഡ്. 175 ആൻഡ് ഹൈറ്റ് 240 ഇതിൻ്റെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി എടുക്കണം. ഓക്കെ, ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി എടുക്കണം. അപ്പോൾ ഇവിടെ വിഡ്ത്തിൽ 175 /2 അടിക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ പിൻ ചെയ്തിട്ടില്ല കേട്ടോ. പിൻ ചെയ്താൽ നമ്മളത് പ്രൊപ്പോർഷണലി ആവുള്ളൂ. അപ്പോൾ 175 /2 അടിക്കുന്ന സമയത്ത് പ്രൊപ്പോർഷണലി അതിൻ്റെ സൈസ് 50% കുറയും. എനിക്കതിൻ്റെ വിഡ്ത്ത് മാത്രം 50% ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ /2 അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, ഇനി അത് ഇവിടെ വെക്കാം. അതിന് ശേഷം ഇത് ഇവിടെയും വെക്കാം. ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു 10 mm ടോട്ടൽ ബ്ലീഡിങ് സൈസ് വരും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 10 mm വേണം. അപ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഇവിടെ ഓക്കെ എടുത്തിട്ട് സെലക്ട് ചെയ്ത് കോപ്പി അടിച്ച് Ctrl F അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അത് നമ്മൾ പാത്ത് ഫൈൻഡറിൽ ഒരു ഒറ്റയടിക്കുള്ള ലെയറാക്കി, സിംഗിൾ ലെയറാക്കിയിട്ട് മാറ്റുക. ഇനി ഇതിന് നമ്മൾ ഓഫ്സെറ്റ് കൊടുക്കണം. ഇവിടെ ഒബ്ജക്റ്റ് പോയിട്ട് പാത്തിൽ ഓഫ്സെറ്റ് അടിച്ച് നമ്മളൊരു 10 mm അടിച്ചാൽ നമുക്കതിൻ്റെ ബ്ലീഡിങ് സൈസ് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ പാക്കേജിങ് വരുന്നത്. ഇനി പാക്കേജിങ്ങിൻ്റെ ആൾക്കാർക്ക്, അത് പ്രിൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഈ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഈ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തു. അതിന് ശേഷം ഇതാണ് നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ലോക്ക് ചെയ്തിട്ടുള്ളൊരു ലെയറാക്കിയിട്ട് നമുക്ക് ഒരു ലെയറിൽ പേസ്റ്റ് ചെയ്ത് വെക്കാം. അത് നമ്മൾ അനങ്ങൂല. അത് കട്ട് ചെയ്ത് നമ്മുടെ വിൻഡോയിൽ ലെയേഴ്സ് എടുക്കുക. നമ്മൾ ജസ്റ്റ് പുതിയൊരു ലെയർ ഉണ്ടാക്കിയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ഭാഗം കഴിഞ്ഞ്. ഇത്രയും ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഒരു പാക്കേജിങ്ങിൻ്റെ ഡൈ കട്ട് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. ഓക്കെ.
ഓക്കെ, അടുത്തതായിട്ട് നമുക്കിതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അത് ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യുന്നത്. പല ആളുകൾക്കും പല ടൈപ്പ് ഓഫ് വർക്ക് ഫ്ലോ ആയിരിക്കും. ഞാൻ എൻ്റെ വർക്ക് ഫ്ലോ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരണം. ഞാൻ ഓരോ ഡീറ്റെയിലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, ഓക്കെ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷന്, ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ ഒരു പാക്കേജിൻ്റെ ബാക്കിലായിട്ടോ ഇതിലായിട്ടോ. അപ്പോൾ നമുക്കത് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലാണ് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ വരേണ്ടത്. കാരണം ഇതിങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ഇവിടേക്ക് എത്തുമ്പോൾ അതിൻ്റെ ബാക്ക് വ്യൂ നോക്കുന്ന സമയത്ത് ഇത് ലെഫ്റ്റ് സൈഡിലും ഇത് റൈറ്റ് സൈഡിലും ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എനിക്ക് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം, അതേപോലെ ഇൻഗ്രീഡിയൻസ്, ന്യൂട്രീഷ്യൻസ് ആഡ് ചെയ്യണം. ഇത്രയും ഭാഗങ്ങൾ റൈറ്റ് സൈഡിലും വേണം. ഓക്കെ, നമുക്കത് ആഡ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യാം. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു 11 ആക്കി നോക്കുകയാണ്. ഓക്കെ, 11. ഞാനിപ്പോൾ പ്രോക്സിമ നോവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാണ്. ഒരു 11 സൈസിലാണ് എടുക്കുന്നത്. നമ്മളെപ്പോഴും Ctrl+1 പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഏകദേശം ആ ഒരു 100% എത്ര പ്രിൻ്റ് സൈസാണെന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് ഫോൺ സൈസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് ഭയങ്കര വലിപ്പമാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു 6 ഒക്കെ ആക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, പക്ഷേ നമ്മളിത് Ctrl+1 പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു Ctrl+1 പ്രസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഫോൺ സൈസ് ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു 9, 10 ഈസ് ഇനഫ്. ഓക്കെ, അപ്പോൾ 10 നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് 10 ആഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യാം. ഒരു മിനിറ്റ്, ഇത് തന്നെ തോന്നുന്നു. ഓക്കെ, ഞാനിതിങ്ങനെ ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് കിട്ടുന്ന നോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാട്സപ്പിൽ ടെക്സ്റ്റാണ് അയച്ചു തരുന്നത്. നമ്മൾ ജസ്റ്റ് കോപ്പി എടുത്ത് നമ്മളുടെ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 9 ആക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്യാപ്പ് നമുക്കൊരു ഓട്ടോ ഗ്യാപ്പാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിവിടെ ഇതിനെന്തോ പറയുമല്ലോ, ജസ്റ്റിഫൈ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗ്യാപ്പ് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഗ്യാപ്പ് കൊടുക്കണം തോന്നുന്നു. ഓക്കെ, ഒരു 12 ഗ്യാപ്പ് കൊടുക്കാം. അതിന് ശേഷം അത് കൊടുത്ത് അടുത്ത ശേഷം ഇൻഗ്രീഡിയൻസ് ആണ്. ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് തന്നെ ആഡ് ചെയ്യാം. ജസ്റ്റ് ആഡ് ചെയ്തു. ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. Ctrl+Shift+V അടിച്ചാൽ മാത്രമേ Ctrl+Alt+V അടിച്ചാൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്ന അതേ ടെക്സ്റ്റിലേക്കുള്ള അതേ സ്റ്റൈലിലേക്ക് ഇത് പേസ്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, Ctrl+C അടിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ Ctrl+V അടിച്ചാൽ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുള്ള അതേ സ്റ്റൈൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ആവും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, Ctrl+Alt+V അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അടുത്തായിട്ട് ഇത് കോപ്പി ചെയ്യാം, പേസ്റ്റ്. ഓക്കെ, ഒത്തിരി സാധനങ്ങൾ ആഡ് ചെയ്ത് അതിന് ശേഷം ഇതാ എനർജി, ആ ഒരു ന്യൂട്രീഷ്യൻസ് ഇൻഫർമേഷനാണ്, അപ്രോക്സിമേറ്റ് വാല്യൂസ്, ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും താഴത്തേക്ക് ഇട്ടിട്ട് ന്യൂട്രീഷ്യൻ ഇൻഫർമേഷൻ കോപ്പി ചെയ്യാണ്, പേസ്റ്റ്. അതിന് ശേഷം ഈ സാധനം വീണ്ടും ആഡ് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ന്യൂട്രീഷൻ വാല്യൂസ് കോപ്പി ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് അത് ഞാനൊന്നൊരു ബോൾഡ് ആക്കുകയാണ്. ന്യൂട്രിയൻ്റ് വാല്യൂ. ഓക്കെ, അതെന്താ സംഭവിച്ചാൽ ഈ ഗ്യാപ്പ് കണ്ടോ, ഇത് ടാബാണ്. കണ്ടോ, ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ആ ടാബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ടാബ് ക്ലിക്ക് ചെയ്ത് ഇവിടെയൊക്കെ ഓരോ ടാബുകളാണ്. കണ്ടോ, ടാബ് ടാബ് ടാബ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ വിൻഡോയിൽ പോയിട്ട് ടൈപ്പിൽ ടാബ്സ് എടുക്കുക. അപ്പോൾ ടാബ് വരും. ഇനി ഈ ടാബിൽ നമുക്ക് ഇവിടെ കണ്ട ഈ മുകളിൽ ആ ഭാഗത്ത് നമുക്കിത് ഇങ്ങനെ നീക്കിയാൽ നമുക്ക് ടാബിൻ്റെ ആ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബോക്സ് ഉണ്ടാക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വാല്യൂ ഉണ്ടാക്കാൻ സുഖമായിരിക്കും. നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ശേഷം ഇത് താഴേക്ക് ഇടുക. ഓക്കെ, ഇനി നമുക്ക് ഒരു ബോക്സ് വരച്ച് കൊടുക്കാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വലിയ ബോക്സ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ.
നമ്മൾ കൺട്രോൾ ആൾട്ട് ടി അടിച്ചാൽ അല്ല കൺട്രോൾ ഷിഫ്റ്റ് ടി അടിച്ചാൽ നമുക്ക് ടാബ് ഒന്നുകൂടി വരും. ആ ഒരു വാല്യൂ ഒന്നും കൂടി ഇങ്ങനെ നീക്കി കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇതിനൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. കൺട്രോൾ ടി അടിച്ചാൽ നമുക്ക് ഗ്യാപ്പ് ഇടാനുള്ളത് വരും. ഒന്ന് താഴേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ബോക്സ് വരച്ചു കൊടുക്കാം. ബോക്സ് വരച്ചു കൊടുക്കാം. റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് നമ്മൾ വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളൊരു ബോക്സ് വരച്ചു കൊടുത്ത് അത് സ്ട്രോക്ക് ആക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ബോക്സ് കിട്ടും. നമ്മളത് നെക്സ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇനി ഈ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്നുള്ളത് നമുക്ക് 2 കഷ്ണാക്കാം. ഓക്കെ, നമുക്കിവിടെ ഓട്ടോ ആക്കാം. ഓട്ടോ താഴേക്കിടാം. ഇനി നമുക്കൊരു ഓരോ ലൈനുകൾ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇത്രയും വാല്യൂ അവിടെ നിന്നോട്ടെ. നമുക്കത് കിട്ടി. അത് ഗ്രൂപ്പാക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആയി, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ഇൻഗ്രീഡിയൻസ്, ഇൻഫർമേഷൻസ്. ഇനി എന്തൊക്കെയുള്ളത്? മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും ഉണ്ട്, ലീഗൽ റീസൺലി, സിമ്പിൾസ് ഒന്ന് ഇൻക്ലൂഡ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കണം നമുക്ക് കേട്ടോ. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കേണ്ട സാധനങ്ങൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതവിടെ നിന്നോട്ടെ. അതിനുശേഷം മാനുഫാക്ചർ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ കൊടുക്കാം. മാനുഫാക്ചർ ഡീറ്റെയിൽ താഴേക്കിടാം. ഓക്കെ, അടുത്തത് ലീഗൽ റെഗുലേറ്ററി. ഇത്രയും ഭാഗങ്ങൾ ഇവിടെ കൊടുക്കാം. അടുത്തത് സിമ്പിൾസ് ടു ഇൻക്ലൂഡ് ആണ്. കുറച്ച് സിമ്പിൾസ് കാര്യങ്ങൾ വേണം. അപ്പോൾ നമുക്ക് സിമ്പിൾസ് ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിമ്പിൾസാണ് വേണമെന്ന് നോക്കാം. FSSAL നമുക്ക് കോപ്പി എടുത്ത് നോക്കാം. കോപ്പി ലോഗോ. ഓക്കെ, നമുക്കിത് എടുക്കണം. ഇത് ജസ്റ്റ് കോപ്പി എടുക്കട്ടെ. ഞാൻ ജസ്റ്റ് ട്രേസ് ചെയ്യണം. കോപ്പി എടുക്കുക, പേസ്റ്റ്. അടുത്തത് ഡോട്ട്. ഇത് വേണം. കോപ്പി. അടുത്തതായിട്ട് റീസൈക്ലിംഗ് സിമ്പൽ. ഇതും കോപ്പി എടുത്ത് ഇതെടുക്കാം. കോപ്പി, അതും എടുത്തു. ഈ ഡു നോട്ട് ലിറ്റർ ആണ്. ഇതെടുക്കാം. വെയിറ്റ് എ സെക്കൻഡ്. അങ്ങനെ എടുത്തു. അടുത്ത കസ്റ്റമർ കെയർ ഐക്കൺ. ഇത് ജസ്റ്റ് അവരുടെ നമ്പർ കൊടുക്കാനുള്ള ആ ഒരു ഭാഗത്ത് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ട്രേസ് ചെയ്യണം. അതിന് മുമ്പ് ഇത് കോപ്പി എടുക്കാം. നമുക്ക് കളറാവാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമുക്ക് ഇതെടുക്കാം. ട്രേസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇമേജ് ട്രേസ് എന്നുള്ളടത്ത് നമ്മൾ 2 എണ്ണം ഉണ്ട്. സ്ട്രെച്ച്ഡ് ആർട്ടുണ്ട്, സിൽ ആർട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് വേണ്ടി വരിക. അപ്പോൾ ഇത് കൊള്ളാം, ഇത് ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ഓറഞ്ചാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് മാനുവലി ട്രേസ് ചെയ്ത് നോക്കാം. ഇവിടെ ജസ്റ്റ് ഹൈ ഫിഡിലിറ്റി, ലോ ഫിഡിലിറ്റി കൊടുക്കാം. ലോ ഫിഡിലിറ്റി കൊടുത്തതിന് ശേഷം ഇവിടെ അതിൻ്റെ ഓപ്ഷനിൽ പോവുക. ഓപ്ഷനിൽ പോയിട്ട് അഡ്വാൻസ് എടുക്കുക. അഡ്വാൻസ് എടുത്തതിന് ശേഷം ഇവിടെ ട്രാൻസ്പെറൻസി എനേബിൾ ചെയ്യുക. ട്രാൻസ്പെറൻസി എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം കളേഴ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, ലോ ഫിഡിലിറ്റി തന്നെ കൊടുക്കാം. ലോ ഫിഡിലിറ്റി കൊടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. എന്നിട്ട് ഈ വെള്ള ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരും, അല്ലാതെ വഴിയില്ല. ഓക്കെ,
ചെറിയതായതുകൊണ്ട് ശ്രദ്ധിക്കില്ല. അപ്പോൾ നമുക്കത് കുറച്ച് ചെറുതാക്കി വെക്കാം. അടുത്തതായിട്ട് ഇതാ ഈ ഗ്രീന്, ആ ഗ്രീൻ ഇതേപോലെ ഷില്ലോട്ട് എടുക്കുക. ഷില്ലോട്ട് എടുക്കുമ്പോൾ ഒരു റൗണ്ടിന് ചെറിയ പ്രശ്നം വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് സ്കെച്ച് ഡാട്ട് എടുത്ത് നോക്കാം. സ്കെച്ച് ഡാട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ വെള്ള ഫില്ല് ചെയ്യണം. അപ്പോൾ വെള്ള ഫില്ല് ചെയ്യണം. വെള്ള ഫില്ല് ചെയ്തു. അപ്പോൾ അതും കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇതാ ഈ ഒരു സാധനം, അത് പിന്നെ ഓൾറെഡി സ്കെച്ച് ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ആ ഒരു ട്രേസ് ചെയ്ത സാധനം തന്നെ വരികയുള്ളൂ, ബ്ലാക്ക് ആയതുകൊണ്ട്. അടുത്തത് നമുക്ക് ഡെനോട്ട് ലിറ്റർ എടുക്കാം. ഡെനോട്ട് ലിറ്റർ ഇതേപോലെ തന്നെ സ്കെച്ച് ഡാട്ടോ സില്ലോട്ടോ കൊടുത്താൽ മതി. ഈ ഒരു ഏരിയ ഡിലീറ്റ് ചെയ്യുക. യെസ്, ഇത്രയും ഭാഗം കറക്റ്റായിട്ട് കിട്ടി. ഇത് നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും നോക്കാം. ഇത് എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിൽ കൊടുക്കാമെന്നാണ്. കൺട്രോൾ 1 അടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് FS ഡെനോട്ട് ലിറ്റർ, ഈ സാധനം അത് നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. അത് ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ്? ഇനി ഇത് കുറച്ച് മുകളിലാക്കിയിട്ട് ഇതിന് ഇവിടെ ഒരു EAN നമ്പർ ഉണ്ട്. അപ്പോൾ നമ്പർ അവർ പറയും, ആ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും ഭാഗം കൊടുക്കുക. അതിൽ ലാസ്റ്റത്തെ നമ്മൾ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇത്രയും ഭാഗം കോപ്പി ചെയ്താൽ തന്നെ നമുക്ക് EAN 13 കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. EAN 13 ബാർകോഡ് ജനറേറ്റർ ഫ്രീ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. നമ്മൾ പേസ്റ്റ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് വരുന്ന നമ്പർ ഉണ്ടല്ലോ, 4 അപ്പോൾ അത് 4 എന്നുള്ളത് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ മാനുവലി കൊടുക്കണോ? വേണ്ടല്ലോ. 2 3 4 5 6 7 8 9 10 11 12 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 1 കൊടുത്താൽ 1 വരണല്ലേ. നോക്കട്ടോ, 4010 എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് വേണ്ടത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, സേവ് എടുക്കുക, നേരെ ഡ്രാഗ് ചെയ്ത് വലിച്ചിടുക, എക്സ്പാൻഡ് കൊടുക്കുക, നേരെ എടുത്ത് ചെറുതാക്കിയിട്ട് സൈസ് കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കറക്റ്റായി. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ബ്രാൻഡ് നെയിം കൊണ്ടുവരാം. സിങ്കോ ഇവിടെ കൊണ്ടുവരാം. ഇനിയാണ് നമ്മൾ പാക്കേജിങ് ഡിസൈനിലേക്ക് കിടക്കുന്നത്. ഇനി ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗം നമ്മൾ ഉണ്ടാക്കിയല്ലോ. ഈ സാധനം നമ്മൾ നേരെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവരാം. കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു ഷേപ്പും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലസ്ട്രേറ്ററിൽ ഉണ്ടാക്കാൻ പറ്റും. ഫോട്ടോഷോപ്പിൽ കുറച്ച് പണികൾ എന്താ വെച്ചാൽ നമ്മൾ മാനിപ്പുലേഷൻ ഉണ്ടാക്കണം. ആ ഒരു ഇവർ പറഞ്ഞ പ്രകാരം റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നോക്കിക്കോ, ബോൾഡ് റെഡ് സ്പൈസി തീം, ബിഗ് ബ്രാൻഡ് നെയിം ഓൺ ടോപ്പ്, ക്രിസ്പി റിച്ച്ഡ് ചിപ്സ് ഇൻ സെൻറ്റർ, ചില്ലീസ് ആൻഡ് സ്പൈസ് അറൗണ്ട്, ക്ലീൻ ലേഔട്ട്, സ്ട്രോങ് ഷെൽഫ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അവരുടെ ആ ഒരു ഭാവനയിലെന്താ ഒരു പ്രിഫറൻസ് നമുക്ക് നമ്മളതായിട്ടുള്ളൊരു ഇതാക്കിയിട്ട് സിങ്ക് ചെയ്ത് നമ്മൾ റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ചിപ്സ്, ചില്ലീസ്, ഒരു റെഡ്, നല്ല ഡാർക്ക് റെഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് റെഡിയാക്കി കൊണ്ടുവരണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം തോന്നുന്നു കേട്ടോ. ഫീച്ചേഴ്സ് ടു ബി ഹൈലൈറ്റഡ് എന്ന് പറഞ്ഞിട്ടേ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്കത് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ സ്പൈസി ഫ്ലേവർ ഇതവിടെ ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതേപോലെ മെയ്ഡ് ഫ്രം റിയൽ പൊട്ടാറ്റോസ് അതും ആഡ് ചെയ്യണം. പിന്നെ തിക്ക് റിച്ച്ഡ് കട്ട് അതും ആഡ് ചെയ്യണം. നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇതും ആഡ് ചെയ്യണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഭയങ്കര പെട്ടെന്ന് കാണുന്ന രീതിയിൽ തന്നെ നമുക്കിത് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്യാം.
എക്സ്ട്രാ സ്പൈസി ഫ്ലേവർ അത് ആഡ് ചെയ്യാം. മെയ്ഡ് ഫ്രം റിയൽ പൊട്ടാറ്റോസ് അത് ആഡ് ചെയ്യുക. തിക്ക് റിച്ച്ഡ് കട്ട് ലോഗോ ആയിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റായിട്ട് വലുതാക്കി കൊടുത്തിട്ടും ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ ഇവിടെ ടെക്സ്റ്റായിട്ട് ആഡ് ചെയ്യുക നല്ലത്, കാരണം പെട്ടെന്ന് റീഡബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മാത്രം നല്ലത്. വെറുതെ കുറേ കോംപ്ലിക്കേഷനായിട്ട് ഇമേജറി ആഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റീഡബിലിറ്റി ഇഷ്യൂ വരും. ഐക്കൺസ് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു റീഡബിലിറ്റി ഇഷ്യൂ അവിടെ വരും. അപ്പോൾ ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതെന്നറിയാം. ഡിസൈൻ ഇതിലേതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് മെയ്ഡ് ഫ്രം റിയൽ പൊട്ടാറ്റോ എന്നുള്ളത് നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. മെയ്ഡ് ഫ്രം ഒരു ഹെൽത്തി സിമ്പിളായിട്ട് ഇരുന്നോട്ടെ എഴുതിയിട്ടാണ്. മെയ്ഡ് ഫ്രം റിയൽ പൊട്ടാറ്റോ എന്നുള്ളത് നമുക്കൊരു സിമ്പിളായിട്ട് കൊടുക്കാം. ഇവിടെ എവിടെയോ ആയിട്ടൊരു സിമ്പിളായിട്ട് കൊടുക്കാം. ഇതാ ഇവിടെ കൊടുക്കാം, ഈ ഒരു ഭാഗത്ത്. അത് ഞാനെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരു റൗണ്ട് ഇടുക. റൗണ്ട് എടുത്തിട്ട് ഈ മെയ്ഡ് ഫ്രം റിയൽ പൊട്ടാറ്റോ എന്നുള്ളതുണ്ടല്ലോ, ഇത് എനിക്കിവിടെ ഇങ്ങനെ മെയ്ഡ് ഫ്രം റിയൽ പൊട്ടാറ്റോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു റിയൽ പൊട്ടാറ്റോൻ്റെ ഫോട്ടോ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് കട്ട് ചെയ്യുക. നേരെ ഇവിടെ ടൈപ്പ് ഓൺ പാത്ത് ടൂൾ ഉണ്ടാവും. ടെക്സ്റ്റ് ടൂളിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ ടൈപ്പ് ഓൺ പാത്ത് ടൂൾ, അതിലിവിടെ എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ ഇവിടെ ഇങ്ങനെ വരും. എന്നിട്ട് നേരെ ടൈപ്പിൽ പോയിട്ട് ടൈപ്പ് ഓൺ പാത്ത് ഓപ്ഷൻസ് എടുക്കുക. ഇവിടെ പ്രിവ്യൂവിൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും കണ്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെൻറ്റർ ആക്കുകയാണ്, അലൈൻ ടു പാത്ത് സെൻറ്റർ ആക്കുകയാണ്. അതിന് ശേഷം ഞാനിത് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ഒരു റൗണ്ട് എടുക്കുക. റൗണ്ട് എടുത്തിട്ട് സെൻറ്റർ അലൈൻ ചെയ്ത് ഇങ്ങനെ ഒരു സീല് പോലെ ഇതിൻ്റെ ചുറ്റോറാക്കുക. അതിന് ശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഉള്ളിൽ ഇങ്ങനെ ആക്കുക. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ മെയ്ഡ് ഫ്രം റിയൽ പൊട്ടാറ്റോ എന്നുണ്ടായിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈസ് ഒന്ന് കുറക്കണം. സൈസല്ല, അതിൻ്റെ ബോൾഡ്നെസ് ഒന്ന് കുറച്ചിട്ട് ഗ്യാപ്പ് കുറച്ച് കൂട്ടുകയാണ്. എന്നാൽ താഴത്തേക്കാണ് വന്നോളും. ഓക്കെ, ഇതൊന്ന് ക്യാപിറ്റലാക്കി കൊടുക്കുകയാണ് ഞാൻ. ഇതെല്ലാം ക്യാപിറ്റലാക്കുമ്പോൾ ഒന്നും കൂടി ചിലപ്പോൾ ഒരു ഇതുണ്ടാവും കേട്ടോ. കണ്ടോ, ക്യാപിറ്റലാക്കുമ്പോൾ ഒന്നും കൂടി ആ ഒരു സംഭവം വന്ന്. ഇനി മെയ്ഡ് ഫ്രം റിയൽ പൊട്ടാറ്റോ. ഓക്കെ, ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ വന്ന് ഇനി ഒരു പേരുണ്ടല്ലോ അവർക്കല്ലേ, സ്പൈസി വേരിയൻറ്റ് ചിപ്സ് റിച്ച്ഡ് പൊട്ടാറ്റോ ചിപ്സ്, ഇതാണ് അവരുടെ പ്രൊഡക്റ്റ് നെയിം. ഇത് കുറച്ച് മുളക്കാക്കിയിട്ട് അവരുടെ പേരിങ്ങനെ കൊടുക്കാം. എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ഈ ഒരു ചെരിവ് ഇങ്ങനെ ഉണ്ടെങ്കിൽ രസം ഉണ്ടാവും തോന്നുന്നുണ്ട് ഈ ഒരു പേരും. അപ്പോൾ ഇവിടെ ഈ ഒരു ടൂളുണ്ട്, എന്താ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ ചെരിക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് താഴത്ത് എഴുതാം എന്ത് സ്പൈസി വേരിയൻറ്റ് എന്നുള്ളത്. സ്പൈസി വേരിയൻറ്റ് ഇതിൽ ആഡ് ചെയ്യാം. സ്പൈസി വേരിയൻറ്റ് റിച്ച്ഡ് പൊട്ടാറ്റോ ചിപ്സ് സ്പൈസി വേരിയൻറ്റ്. ഇത് മൊത്തം ക്യാപിറ്റലാക്കിയാൽ രസം ഉണ്ടാവില്ലേ? നോക്കട്ടെ, ഇതൊന്ന് ചെരിഞ്ഞ് അങ്ങനെ ഉണ്ടാവും നോക്കട്ടെ കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു ഫോണ്ടിന് മാച്ചായിട്ട് വരുന്നുണ്ട് അല്ലേ അവരുടെ ലോഗോന്. യെസ്, അപ്പം ഈ ലോഗോയും ഞാൻ തന്നെ ആയിട്ട് ഉണ്ടാക്കിയത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിതിങ്ങനെ കൊടുക്കാം. ഇനി അടുത്തത് കുറച്ചുകൂടി വലുതാക്കി വെക്കാം. ഇനി ഇവിടെയാണ് നമ്മുടെ ഇമേജറിയും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ,
സിങ്കോ ഇവരെ ഒരു ചെറിയൊരു ഇത് കൂടെ കൊടുക്കാം, സിൻസ് എന്ന് പറഞ്ഞിട്ട്. സിൻസ് 1999. ചെറുതായിട്ടൊരു ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു ഒതൻറ്റിസിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, സ്പൈസി വേരിയൻറ്റ്. സംഭവത്തിൻ്റെ ഒക്കെ കളറൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ, ഞാൻ ജസ്റ്റ് കൊടുത്തുന്നേ ഉള്ളൂ. ഞാൻ ഒന്ന് സെൻട്രൽ അലൈൻ ചെയ്യാം. ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞ് ഇനിയാണ് നമ്മുടെ ഇമേജറി വരുന്നത്. ഇമേജറി വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഞാനിവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ലെയേഴ്സ്, അത് മൊത്തം കോപ്പി ചെയ്യണം. അപ്പോൾ ഞാനത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യണം. ഓക്കെ, ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് Ctrl+C അടിക്കുക, കോപ്പി ചെയ്യുക, നേരെ താഴത്തേക്ക് വരിക. ഇനി നമ്മൾ നേരെ ഫോട്ടോഷോപ്പിലേക്ക് വരിക, ന്യൂ കൊടുക്കുക. ശ്രദ്ധിക്കുക, ഫോട്ടോഷോപ്പിൽ ഞാൻ ഇതിൽ CMYKയിലാണ് ചെയ്യുന്നത്, ഫോട്ടോഷോപ്പിൽ ഞാൻ RGBയിലാണ് ചെയ്യുന്നത്. കാരണം RGBയിൽ ചെയ്ത സാധനം നേരെ ഞാൻ ഫോട്ടോഷോപ്പ് ഇല്ലുസ്ട്രേറ്ററിലേക്ക് ഇട്ടിട്ടാണ് CMYKയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് PDF ഉണ്ടാക്കുന്നത്, അവർക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഫയൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വലിയ കളറിലും കാര്യങ്ങളൊന്നും വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഞാൻ Ctrl+C അടിച്ച് ആ കോപ്പി ചെയ്ത സാധനം നേരെ ഇവിടെ ന്യൂ ഡോക്യുമെൻറ്റിൽ വരുമ്പോൾ ഇവിടെ ക്ലിപ്ബോർഡ് എന്ന് വരും. ഡോക്യുമെൻറ്റ് ടൈപ്പ് ക്ലിപ്ബോർഡ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ക്ലിപ്ബോർഡിൽ കോപ്പി ചെയ്തിട്ടുള്ള സാധനം ഇവിടെ വരുള്ളൂ. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മളിത് പേസ്റ്റ് ചെയ്യാം, സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ടിക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇതിപ്പോൾ കണ്ടത് 72ലാണ് ഇപ്പോൾ ഇത് പേസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, 72ലാണ് PPI കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 72ൽ പേസ്റ്റ് ചെയ്ത്. ഇനി നമുക്കിത് 300-ലാക്കണം. 300 PPIയിലാണ് സാധാരണ ഇങ്ങനത്തെ പ്രിൻറ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ Ctrl+Alt+I അടിച്ച് ഇമേജ് റീസൈസിൽ വരും. ഇമേജ് റീസൈസിൽ വന്നിട്ട് ഇവിടെ താഴെ റെസൊല്യൂഷൻ്റെ അവിടെ 72 എന്നുള്ളത് 300 ആക്കുക, എൻ്റർ അടിക്കുക. ഇതാണ് അവരുടെ പ്രിൻറ്റിംഗ് സൈസ് എന്ന് പറയുന്നത്. മനസ്സിലായി എത്തുന്നു. ഓക്കെ, നമുക്ക് വേഗം സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ സിങ്കോ പാക്കേജിൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെയാണല്ലോ നമ്മൾ സേവ് ചെയ്യുന്നത് അല്ലേ. ഇതും സേവ് ചെയ്തിട്ടില്ല കേട്ടോ, അത് സേവ് ചെയ്യണം. സിങ്കോ പാക്കിൽ വന്നിട്ട് ഇവിടെ സിങ്കോ പാക്കേജ് ഡിസൈൻ പേസ്റ്റ് ചെയ്യാം. ഫോട്ടോഷോപ്പ് ഫയലും അവിടെ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് 01 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഈ സാധനം ഉണ്ടല്ലോ 01 നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ആ ഫയൽ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഫയലിൻ്റെ ഉള്ളിൽ, ഡിസൈൻ ഫയലിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടണം. എന്നിട്ട് ബാക്കിലായിട്ട് കൊണ്ടുവന്നിട്ടാണ്. ഓക്കെ, നമ്മളിതിൻ്റെ അകത്ത് ചെയ്യുന്ന സാധനങ്ങൾ അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് മുകളിലാക്കിയിട്ട് താഴത്ത് ഞാനൊരു റെഡ് ഗ്രേഡിയൻ്റ് ഇട്ട് വിചാരിക്കുക. ഓക്കെ, നോക്കിക്കോ. ഇങ്ങനെ റെഡ് ഗ്രേഡിയൻ്റ് ഇട്ട് വിചാരിക്കുക. ഞാൻ ഓക്കെ കൊടുത്ത് ഇവിടെ വന്നാൽ അവിടെ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവാൻ എന്ത് ചെയ്യുക വെച്ചാൽ Ctrl+K അടിച്ച് ഇവിടെ സെർച്ചിൽ അപ്ഡേറ്റ് എന്നുള്ളത് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് ലിങ്ക് വരും. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. സാധാരണ ഇവിടെ ആസ്ക് വെൻ മോഡിഫൈഡ് എന്നുള്ളതാണ് സാധാരണ ഉണ്ടാവുക. ഞാനത് ഓട്ടോമാറ്റിക് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ വന്ന് റിഫ്ലക്റ്റ് ആയിക്കോളും. ഞാൻ അവിടെ സേവ് ചെയ്യുന്ന സാധനം ഓട്ടോമാറ്റിക് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, ഇത് കളഞ്ഞാൽ, സേവ് ചെയ്തിട്ട് കളഞ്ഞാൽ ആ ഒരു സാധനം ഇവിടെ വരും. മനസ്സിലായ? ഓക്കെ, അപ്ഡേറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് ആയി കരുതുന്നു. കണ്ടോ,
നമുക്ക് ആ ഒരു ഇവിടെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാനിട്ടത് ആ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്, എന്തൊക്കെ അതിൽ ആഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ റെഫറൻസിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് നമുക്കിതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഐറ്റംസ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചിപ്സാണ്. അപ്പോൾ ഒരു 3-4 ചിപ്സ് നമുക്കിങ്ങനെ ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് ചിപ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല നൈസായിട്ട് ചിപ്സാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്യാം. Ctrl A, Ctrl C, ഇവിടെ വരിക Ctrl V. നമ്മൾ നേരെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുന്നു, ചെറുതാക്കുന്നു. ഓക്കെ, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഓക്കെ, നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കട്ട് ചെയ്യണം. സെലക്ട് സബ്ജക്റ്റ് കൊടുത്താൽ കറക്റ്റ് ആ ഒരു സാധനം സെറ്റാവും തോന്നുന്നു. നമുക്ക് നോക്കാം. യെസ്, ഈ മാസ്ക് കൊടുക്കുക, ഇങ്ങോട്ട് വരിക, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വന്ന് അടുത്തതായിട്ട് ഇത് കുറച്ച് റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുക നോക്കാം. കുറച്ച് ചില്ലീസ് അല്ലേ, ചില്ലീസ് കൊടുക്കണം. ചില്ലി കൊടുക്കാം. Ctrl A, Ctrl C, സ്മാർട്ട് ഒബ്ജക്റ്റ് നേരെ ഇവിടെ വരിക. ചില്ലീസ് നമുക്കിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലത്തെ ചില്ലീസ് കൊടുക്കണം അല്ലേ. ഇവിടെ ഒന്ന് കൊടുക്കാം. നമുക്കിത് ഈ ഒരു ഭാഗം, ഈ ഒരു ചില്ലി മാത്രം കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്കങ്ങനെ നോക്കാം, കട്ട് ചെയ്തെടുക്കാൻ പറ്റും നോക്കാം. അതും കൂടി കട്ടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മാനുവലായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, നമ്മളത് സെലക്ട് ചെയ്ത് നമ്മളിതിൻ്റെ ഒരു ഇതൊന്ന് മോഡിഫൈ ചെയ്യണം, ഈ ഒരു ഏരിയ. നമ്മൾ റേഡിയസ് കുറച്ച് കൂട്ടി കൊടുത്തിട്ട് കുറച്ച് ഫെദറും കുറച്ച് എഡ്ജും കാര്യങ്ങളൊക്കെ ആക്കിയാൽ ഏകദേശം കറക്റ്റായിട്ട് കിട്ടും. നമ്മളിത് കോപ്പി ചെയ്യാം, കോപ്പി ചെയ്തെടുത്തോളൂ, നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം നമുക്ക്. സ്മാർട്ട് ഒബ്ജക്റ്റ് തൽക്കാലം ഇത് ഹൈഡ് ചെയ്യാം. നമ്മളിങ്ങനെ കൊടുക്കാം. അതേപോലെ ഇവിടെയും കുറച്ച് കൊടുക്കാം, റൊട്ടേറ്റ് ചെയ്തിട്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി കൊടുക്കാം, ടൊമാറ്റോ കൊടുക്കാം. ടൊമാറ്റോൻ്റെ ബാക്കിലായിട്ട് കൊടുക്കാം. കുറച്ച് മറ്റേ ഇതിലായാലും കുഴപ്പമില്ല കേട്ടോ, അതായത് ഈ ഒരു സൈഡിലേക്കായാലും വലിയ കുഴപ്പമില്ല പറയാം, കാരണം അതിങ്ങനെ റാപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ അല്ലേ, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ആയാലും വിഷയമല്ല പറയാം. ഓക്കെ,
തക്കാളി ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പിടിയും കൊടുക്കാം. ചെറുതാക്കിയിട്ട് കൊടുക്കാം. അടുത്തത് ഒരു സ്പ്ലാഷ് വേണോയെന്ന് വെച്ചാൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കൊടുത്തു നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. നോക്കട്ടെ കേട്ടോ, സ്ക്രീനിൽ കൊടുത്തിട്ട് നോക്കി നോക്കാം. ഏറ്റവും ബാക്കിലിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ചിപ്സിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ടേ ഒന്ന് മാസ്ക് കൊടുത്തിട്ട് ചിപ്സ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി ഫ്ലോട്ട് ചെയ്യുന്ന പോലെ കൊടുക്കാൻ പറ്റും നോക്കാം. ഇങ്ങനെ നൈസാവട്ടോ അല്ലേ. സംഭവം നൈസാവും, നോക്കാം നമുക്ക്. ഓക്കെ, അടുത്തത് സ്പൈസസ്. സ്പൈസസ് നമ്മൾ ഇവിടെ തന്നെ ചെയ്തല്ലേ, കുഴപ്പമില്ല. Ctrl A, Ctrl C, paste, smart object ചെറുതാക്കി വെക്കുക. ഇവിടെ നോക്കാം, അതേപോലെ ഇവിടെ നോക്കണം, ചെറുതായിട്ട് ഇരിക്കട്ടെ. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ്, സെലക്ട് സബ്ജക്റ്റ്, ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ് നോക്കാം. അത് ഈ ചിപ്സിന് ഒരു ചെറിയൊരു യെല്ലോ ടോൺ, കുറച്ച് റെഡിഷ് സംഭവങ്ങൾ വേണം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കൊരു കർവ് ആഡ് ചെയ്യാം. കർവ് ആഡ് ചെയ്തിട്ട് കുറച്ച് റെഡ് ഇതിന് ആഡ് ചെയ്യാം. ഓക്കെ, എവിടെ ആഡ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാനാണ്. റെഡ് ആഡ് ചെയ്ത് കുറച്ച് ബ്ലൂ കുറക്കുക, എന്നിട്ട് കുറച്ച് RGB ഡൗൺ ആക്കുക. എന്നാലും മാത്രമേ അതിൻ്റെ ഒരു എന്താ പറയുക, കുറച്ച് സ്പൈസി ആയിട്ട് തോന്നുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ പൊട്ടാറ്റോ ആയിട്ട് തോന്നും. ഓക്കെ, അടുത്ത കുറച്ച് കുരുമുളകിൻ്റെ കുറച്ച് സാധനങ്ങളുടെ ഇതാക്കുന്നുണ്ട്. ഇതിവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. നോക്കട്ടെ കേട്ടോ, അതിലേറെ നല്ലതേ വേറെ ഐഡിയ ഉണ്ട്. ആദ്യം ഇത് ഫുള്ള് കട്ട് ചെയ്യുക. സെലക്ട് സബ്ജക്റ്റ് കൊടുത്തിട്ട് എല്ലാം ഒരുമിച്ച് സെലക്ട് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. യെസ്, അങ്ങനെയൊക്കെ പാടെ സെലക്ട് ആയിട്ടുണ്ട്. ഇത് ഞാൻ മാസ്ക് കൊടുക്കുന്നു, എന്നിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. എങ്ങനെ ഓരോന്നുമായിട്ട് സെലക്ട് ആക്കണം തോന്നുന്നു. കോപ്പി ഇത് RGB എന്നല്ലേ. ഓക്കെ, പേസ്റ്റ് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. കുരുമുളക് ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം, ചെറുതാക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഓക്കെ, ഇനി അടുത്ത സ്പൈസസ് ഈ ഒരു സാധനം കോപ്പി ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം,
വലുതാക്കിയിട്ട് ഇവിടെ വെക്കാം, ഉള്ളിലായിട്ട് ചെറുതാക്കിയിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വെക്കാം. ഓക്കെ, ഇനി സ്പ്ലാഷസ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡാർക്ക് ആക്കണം. അതേപോലെ അടിയിലുള്ള സ്പ്ലാഷും കുറച്ച് ഡാർക്ക് ആക്കണം, ഓവർ ആവണ്ട. ഓക്കെ, അങ്ങനെ സംഭവം കിട്ടി. ഇനി നമുക്കൊരു ലൈറ്റ് ഇതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്യണം. നമ്മൾ ഈ റെഡ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ, ഞാൻ റെഡ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തതേ ഉള്ളൂ. നമുക്ക് റെഡ് വേറെ റെഡൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനത് ഫുള്ള് ഫില്ല് ചെയ്യാണ് ഈ റെഡ് വെച്ചിട്ട്. എന്നിട്ട് ഒരു യെല്ലോ എടുത്തിട്ട് നമുക്കൊരു കുത്തിടാം, നടുവിലൊരു കുത്തിടാം. ഓക്കെ, അത് ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. എന്നിട്ട് വലുതാക്കിയിട്ട് സിങ്കോ എന്നുള്ളിടത്ത് വന്നിട്ട് ഇങ്ങനെ വന്ന് വലുതാക്കി വെച്ചിട്ട് ഓവർലേയോ ഹാർഡ് ലൈറ്റൊക്കെ ആക്കിയാൽ കറക്റ്റായിട്ട് ആ ഒരു ഇത് വന്നോളും. ഓക്കെ, ഇനി നമുക്കിതിനൊരു റിജിഡാണല്ലോ, അപ്പോൾ അതിനൊരു പാറ്റേൺ എന്തെങ്കിലും കൊടുക്കണം. നമുക്ക് പാറ്റേൺ കൊടുക്കാം. അതിന് മുമ്പ് ഈ സിങ്കോ എന്നുള്ളതുണ്ടല്ലോ, അതൊന്ന് അതിൻ്റെ ബാക്കിലൊരു സംഭവം ആഡ് ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നോക്കട്ടെ. ഞാനിവിടെ ലാസോ ടൂൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, എന്തെങ്കിലും സംഭവത്തിൻ്റെ ബാക്കിൽ വന്നിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇതൊരു വെള്ള കളറായാലോ, നൈസായില്ലേ സംഭവം. അപ്പോൾ ഈ മഞ്ഞെടുത്ത് ഒഴിവാക്കാൻ പറ്റുമോ നോക്കട്ടെ, ആ ലോഗോ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടേ. എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും ഒരു പൊട്ടും പൊടി ഇങ്ങനെ തെറിച്ച് പോണ പോലെ തോന്നും. അതും നമുക്ക് ഫില്ല് ചെയ്യാം, വെള്ള കളറിൽ ഫില്ല് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. വല്ല ചില്ലീസോ ഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലും സാധനത്തിന് ഒപ്പം ഉണ്ടോ നോക്കട്ടെ കേട്ടോ ഐറ്റംസിൽ. അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തല്ലേ. ഓക്കെ, കുഴപ്പമില്ല. ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഷാഡോസ് ആഡ് ചെയ്യണം. ഓരോ സാധനങ്ങൾക്കും ഷാഡോ കൊടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കാം. അത് ഈ ഒരു സംഭവം ഒന്ന് റിമൂവ് ചെയ്യട്ടെ. അവിടെ ആ ഒരു പൊട്ടാറ്റോ റിയൽ പൊട്ടാറ്റോ കൊടുക്കുന്നിടത്ത് നമ്മൾ ഡിസ്റ്റർബ് ആവാൻ പാടില്ല. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഷാഡോ ആഡ് ചെയ്യാം. ബ്രഷ് എടുക്കാം. ഫ്ലോ ഒരു 10% ഞാൻ ഫ്ലോ എടുക്കുന്നുണ്ട്. ഈ റെഡ് തന്നെ എടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും ഡാർക്കായിട്ടുള്ള കളർ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഷാഡോ ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ സോഫ്റ്റ് ബ്രഷ് ആക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ മൾട്ടിപ്ലൈ ആക്കുക. ഈ ഒരു ലെയർ മൾട്ടിപ്ലൈ ആക്കണം. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെ അടിയിൽ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതിനാണെന്നുണ്ടെങ്കിലും അങ്ങനെ കൊടുക്കണം. ശ്രദ്ധിക്കണം കേട്ടോ, ഷാഡോ കൊടുക്കുമ്പോൾ ഓവർ ആവരുത്. ഇവിടെയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ പാത്രത്തിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് കൊടുക്കണം. നമ്മൾ ലൈറ്റ് സോഴ്സ് അറിയണത് ഈ ഒരു സെൻറ്ററിലാണ് എന്നുള്ളത് കരുതിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഷാഡോ കൊടുക്കണം. ഓക്കെ,
അങ്ങനെ നമ്മൾ ഈ മുളകിൻ്റെ താഴത്തായിട്ടും ഇതേപോലെ ലെയർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നൈസായിട്ട് മുളകിൻ്റെ അടിയിലും ഇതേപോലെ ഷാഡോ ഉണ്ടാക്കുക. ഓക്കെ, മുളകിൻ്റെ ഈ ഒരു ഭാഗം റെഡി ആക്കിയിട്ടില്ലല്ലേ നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് കയറിയിട്ട് നമുക്ക് റെഡിയാക്കാം. അങ്ങനെ റെഡിയായി. അടുത്തതായിട്ട് ഈ ഭാഗം അല്ലേ, ഈ മുളകുണ്ട്, ഈ മുളകിൻ്റെ താഴത്തും ഇതേപോലെ നമ്മൾ റെഡിയാക്കണം. ഓക്കെ, ഇതിനുണ്ടല്ലോ ആ ഭാഗം. അടുത്തതായിട്ട് ഇനി എന്തത് കുറച്ച് ഡാർക്ക് നമുക്ക് താഴെ ഇങ്ങനെ ആഡ് ചെയ്യട്ടോ. താഴെ ഇങ്ങനെ കുറച്ച് ഡാർക്ക് ആഡ് ചെയ്യുക. സൈഡിൽ കൂടിയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു സംഭവം ആഡ് ചെയ്യണം. അടുത്തതായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് ലൈറ്റ് മുകളിൽ ആഡ് ചെയ്യണം. നമ്മൾ ഈ റെഡ് തന്നെ എടുക്കാം. ഈ റെഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് സ്ക്രീൻ ആക്കുകയാണ്. എന്നിട്ട് കുറച്ച് കർവ് കുറച്ച് താഴ്ത്തിയിട്ട് ഇതിന് മാസ്ക് കൊടുക്കുക. എന്നിട്ട് വൈറ്റ് ബ്രഷ് എടുത്തിട്ട് മുകളിൽ കുറച്ച് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നോളും. ഇനി നമുക്കിത് മൊത്തത്തിലൊരു ടെക്സ്ചർ എഫക്റ്റ് എന്തെങ്കിലും കൊടുക്കണം. ഓക്കെ, നമുക്ക് ടെക്സ്ചർ ഇവിടെ കിട്ടുമോ നോക്കണം കേട്ടോ. ഞാൻ നോക്കട്ടെ, ടെക്സ്ചർ എന്തെങ്കിലും ഗൂഗിളിൽ നിന്ന് കിട്ടുമോ നോക്കട്ടെ. ടെക്സ്ചർ കുറച്ച് വലിയ ഇമേജ് ആക്കാം. അൺസ്പ്ലാഷിൽ കുറച്ച് കുഴപ്പമില്ലാത്തൊരു ടെക്സ്ചർ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ അത് കോപ്പി പേസ്റ്റ് എടുത്തിട്ട് നോക്കട്ടെ കേട്ടോ. പേസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ മൾട്ടിപ്ലൈ ആക്കി നോക്കട്ടെ. ഓക്കെ, വലിയ കുഴപ്പമില്ല. കുറച്ച് ഷാർപ്നെസ് കൂട്ടി കൊടുക്കാം. ഓക്കെ, കുറച്ച് ലൈറ്റ് കൂട്ടി കൊടുക്കാം അതിന്. യെസ്, ഈ റെഡിന് കുറച്ച് ലൈറ്റ് വൈറ്റിന് കുറച്ച് ലൈറ്റ് കുറക്കണം കേട്ടോ. എന്നിട്ട് ഇത് ബാക്കിലിടാം. ഈ ടെക്സ്ചർ മുന്നിൽ കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി വന്നോളും കുറച്ച് ടെക്സ്ചർ. യെസ്, അതില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത്രയും ഭാഗം റെഡിയാക്കി. ഇനി നമുക്കൊരു മെയ്ഡ് ഫ്രം ഇതെടുക്കാം. ഇവിടെ നമ്മൾ ഷാഡോ ആഡ് ചെയ്യാൻ വിട്ടുപോയി അല്ലേ. കുറച്ച് ഷാഡോ കൂടി അവിടെ ആഡ് ചെയ്യാം. ഷാഡോ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിയൽ പൊട്ടാറ്റോ കിട്ടണം. അവിടെ നിന്ന് റിയൽ പൊട്ടാറ്റോ നമ്മൾ സെർച്ച് ചെയ്യട്ടെ. പൊട്ടാറ്റോ എടുക്കാം. വാട്ടർ മാർക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. വാട്ടർ മാർക്ക് ഉണ്ടായിന്. നല്ലൊരു പൊട്ടാറ്റോ കിട്ടണം. ഇതിന് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു സൈസല്ലേ, വിഷയമല്ല. ഇവിടെ പേസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, അത് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമുക്കതിനൊരു ഷാർപ്നെസ് കൊടുക്കാം. കുറച്ചൊന്ന് വലുതാക്കാം. ഓക്കെ, ഇനി ഈ പൊട്ടാറ്റോ നമുക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ വേറൊരു ലെയറായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന വേറൊരു ട്രിക്കാണ്.
നമ്മൾ നേരെ ഇത് സേവ് ചെയ്യാതെ ഇല്ലുസ്ട്രേറ്റർക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. കൺട്രോൾ ആൾട്ട് ഷിഫ്റ്റ് ഡബ്ല്യു, അത് ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഷോർട്ട് കട്ടാണ്. നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ താൽക്കാലികമായിട്ട് ടെമ്പററി ഒരു PSD ഫയൽ ഇതിൻ്റെ ടെമ്പ് ഫോൾഡറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടെമ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്യാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു ടെമ്പ് ഫോൾഡറിലാണ്. നമ്മളിവിടെ സേവ് ആസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു PSD ഫയൽ ടെമ്പ് ഫോൾഡറിൽ കിടക്കുന്നുണ്ടാവും. ആ ഫസ്റ്റ് കാണുന്ന ഫയൽ ഉണ്ടല്ലോ, അത് നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഇല്ലുസ്ട്രേറ്ററിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടാൽ നമുക്ക് ആ ഒരു പൊട്ടാറ്റോ കിട്ടും. കേട്ടോ, വേഗം നമ്മൾ എംബഡ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പൊട്ടാറ്റോ ഇവിടെ ഇല്ലുസ്ട്രേറ്ററിൻ്റെ അകത്ത് തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോഷോപ്പിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല, നമ്മളത് ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് അടിക്കുക. ഓക്കെ, ഇത്രയും ഭാഗം നമുക്ക് കറക്റ്റ് കിട്ടി. ഇത് നമ്മൾ ഫിനിഷ് ചെയ്യണില്ല, കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇനി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഈ തക്കാളി എടുക്കുക. തക്കാളിൻ്റെ മുകളിൽ നമ്മളൊരു എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്തിട്ട് കുറച്ച് തക്കാളിൻ്റെ ലൈറ്റ്നെസ് കുറച്ച് കുറക്കുക. എന്നിട്ട് നമ്മൾ ബ്രഷ് എടുത്തിട്ട് അത് ക്ലിപ്പ് ചെയ്യണം കേട്ടോ. ബ്രഷ് എടുത്തിട്ട് വൈറ്റ് ബ്രഷ് എടുത്ത് ലൈറ്റ് വരുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ ഫ്ലോ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ എല്ലാ സ്ഥലത്തും ചെയ്യണം. അപ്പോൾ ഇതിനിപ്പോൾ ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല തോന്നുന്നു. ഈ തക്കാളിക്കും അതേപോലെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രഷ് എടുക്കുക. ഓക്കെ, ഇതേപോലെ ഈ മുളകിന് നമ്മൾ കുറച്ച് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുക, ക്ലിപ്പ് ചെയ്യുക, നേരെ മൾട്ടിപ്ലൈ അടിക്കുക, ബ്രഷ് എടുക്കുക. നമ്മൾ ഈ ഭാഗം മാത്രം നമ്മൾ ലൈറ്റ് കൊടുക്കുക. അതേപോലെ ഇതിലും നമ്മൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് എടുക്കുക, കുറക്കുക, ക്ലിപ്പ് ചെയ്യുക, ബ്രഷ് എടുക്കുക, ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ആ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റാണ്ട് ഹൈഡ് ചെയ്ത് കളയാം. സേവ് കൊടുക്കുക. നേരെ ഇല്ലുസ്ട്രേറ്റർക്ക് വരുമ്പോൾ അത് അപ്ഡേറ്റ് ആവും. ഇല്ലുസ്ട്രേറ്ററിൽ അപ്ഡേറ്റ് ആയി. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റുകളൊക്കെ വൈറ്റ് കളറാക്കണം. ടെക്സ്റ്റുകളെല്ലാം സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ഐക്കൺസ് ഒക്കെ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഈ സ്ട്രോക്ക് ഇത് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു റൗണ്ട് ഉണ്ടാവും, റീകളർ ആർട്ട് വർക്ക്, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എക്സാക്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ സെൻറ്ററിൽ ഈ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആരോ മാർക്കായി മാറും. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, നേരെ CMYക്ക് എനേബിൾ ചെയ്യുക. അവിടെ ഇത് 0 വാല്യൂ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം വൈറ്റ് കളറിലാവും. ഓക്കെ കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്കിങ്ങനെ ഒരു പാക്കേജിങ് റെഡി ആയി കിട്ടും. ഇത് നമുക്ക് ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഫുള്ള് യെല്ലോ ആക്കിയിട്ട് ഇത് ഫുള്ള് താഴത്തേക്ക് ഇട്ടിട്ട് യെല്ലോ പൊട്ടാറ്റോ ഇത് ഫുള്ള് എന്ത് ചെയ്യുക, റിയൽ പൊട്ടാറ്റോ എന്നുള്ളതൊന്നും കൂടി അങ്ങോട്ട് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മഞ്ഞ കളറൊക്കെ ആക്കാം പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ പച്ച കളറ് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. എവിടെ കൊടുക്കാം? അപ്പോൾ അത് കുഴപ്പമില്ല, ഇവിടെ കൊടുക്കാം. എവിടെയെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. അടുത്തത് ഇതിനൊരു ഗ്രേഡിയൻ്റ് കൊടുത്ത് നോക്കാം. ഗ്രേഡിയൻ്റ് യെല്ലോ. യെസ്, നമ്മളത് കുറച്ച് ലൈറ്റ് കൂട്ടുന്ന യെല്ലോ ആയിക്കോട്ടെ. ഓക്കെ, യെല്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. യെസ്, ഇതിൻ്റെ അകത്തുള്ള ആ കളറ് നമുക്ക് റെഡ് ആക്കാം. പുറത്തുള്ള കളർ തന്നെ ആയിക്കോട്ടെ. നമുക്കൊരു കാര്യം ചെയ്താലോ, അതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടേ ഇങ്ങനെ കൊടുത്താലോ അല്ലേ? യെസ്, അത് നൈസാവും.
ഒരു കാര്യം കൂടി ചെയ്ത് നോക്കാം. കുറച്ച് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കുക. എന്നിട്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അത് ഫുള്ള് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് താഴത്തേക്ക് ഇടാം. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ പൊട്ടാറ്റോ ഫ്രണ്ടിലേക്ക് ഇടാം. അതെങ്ങനെ ഉണ്ടാവും? ഇത് നൈസായിട്ടാ. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെ നല്ല റെഡിക്കായിട്ട് ഒരു മോക്കപ്പായിട്ട് നമുക്കിത് ക്ലയൻറ്റിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മോക്കപ്പ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ മോക്കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനത്തെ പൗച്ചുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പൗച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല പൗച്ചുകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പൗച്ചായിരിക്കും അത് വരിക അല്ലേ? ദിസ് ഈസ് നൈസ്. ഓക്കെ, ഇതെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതെടുത്തിട്ട് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോവാം. നമ്മൾ പേസ്റ്റ് ചെയ്യുക. നമ്മളൊന്ന് സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക. സെലക്ട് സബ്ജക്റ്റ് കൊടുത്താൽ ഒരു പൗച്ച് സെലക്ട് ആയിക്കോളും. കൺട്രോൾ ജെ കൊടുക്കുക. ഓക്കെ, ഇതൊന്ന് സേവ് ചെയ്യട്ടെ. മോക്കപ്പ് എന്നുള്ളത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഫയൽ ഇതൊന്ന് സേവ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ തൽക്കാലം ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ലെയേഴ്സിൽ പോയിട്ട് ഫസ്റ്റത്തിൽ നമ്മുടെ ഹൈഡ് ചെയ്യണം. ആ ഒരു എന്താ പറയുക, ഡൈ കട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാം. അതിന് ശേഷം ഇത് സേവ് ചെയ്യാം. സേവ് ആസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആസ് അല്ല, നമുക്ക് എക്സ്പോർട്ട് ആസ് കൊടുത്തിട്ട് എക്സ്പോർട്ട് ആസ് കൊടുക്കുക. എന്നിട്ട് PNG എടുക്കുക. PNG എടുത്തിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തിട്ട് സേവ് ചെയ്യാം. എക്സ്പോർട്ട് ഇപ്പോൾ അവിടെ സേവ് ആയോ? സേവ് ആയിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ നേരെ ബാക്കിലേക്ക് വന്നാൽ നമുക്ക് സേവ് ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മൾ നേരെ ഇത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ഇടുക. നമുക്ക് ഇത്രയും ഭാഗമാണ് അവിടെ വേണ്ടി വരിക അല്ലേ? ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, കോപ്പി കൺട്രോൾ C അടിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ചെറുതാക്കിയിട്ട് ഇവിടെ വെക്കുക. ഇനി ശ്രദ്ധിച്ചോ, ഈ ഒരു ലെയർ ഞാൻ കട്ട് ചെയ്തെടുത്തല്ലോ. ഇതെന്താ ആക്ച്വലി വെച്ചാൽ ഇതൊരു മാസ്കാണ്. അപ്പോൾ ആ മാസ്ക് ഞാൻ അതിൻ്റെ ഉള്ളിലാണ് ഇത് കൊണ്ടുവന്നിടാൻ പോകുന്നത്. ഞാൻ ഇത് ക്ലിപ്പ് ചെയ്തിട്ട് എന്താ പറയുക, അതിപ്പോൾ നോക്കിക്കോ. ഇനി അത് നോർമലി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ ക്ലിപ്പ് ചെയ്യും അല്ലേ? ഇതിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്യും അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിത് ക്ലിപ്പ് ചെയ്യാതെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ആ പാക്കേജിൻ്റെ ഇത് ലൈൻസ് ആ ഒരു സെലക്ഷൻ എടുക്കുകയാണ്. സെലക്ഷൻ എടുത്തിട്ട് പാക്കേജും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഡിസൈനും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ആക്കുകയാണ്, ഒരു ഫോൾഡർ ആക്കുകയാണ്. ആ ഫോൾഡറിന് ഞാനത് മാസ്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് കയറുക. അകത്ത് കയറിയിട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ മാസ്ക് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനത്തിന് ഇപ്പോൾ ക്ലിപ്പ് ചെയ്താൽ നമുക്ക് ആ ക്ലിപ്പ് ചെയ്ത സാധനത്തിന് മാത്രം, ഓരോ ഇൻഡിവിജ്വൽ സാധനത്തിനും നമുക്ക് എഫക്റ്റ് ഇടാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ലെയേഴ്സിന് നമുക്ക് എഫക്റ്റ് ഇടാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് എഫക്റ്റ് ഇടാം, അതേപോലെ ഇതിന് എഫക്റ്റ് ഇടാം. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇതിന് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന് മാത്രമായിരിക്കും. കണ്ടോ, നമ്മൾ ക്ലിപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത് താഴത്തുള്ള ഏറ്റവും ലാസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ലെയേഴ്സിനും കൂടിയും എഫക്റ്റ് ആയിരിക്കും. അത് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിത് കറക്റ്റായിട്ട് ഇവിടെ വെക്കാം. അതിന് ശേഷം നമുക്ക്
ഇതും കൂടി വെക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ചുളിവും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കണം. അതിന് മുമ്പ് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ചുളിവും കാര്യങ്ങളൊക്കെ കൺട്രോൾ ടി അടിച്ച് വാർപ്പടിച്ച് ഇവിടെ നമുക്ക് ഗ്രിഡ് ഒരു 5x5 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിങ്ങനെ ഇങ്ങോട്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളൊക്കെ ഒന്ന് ഈ ഒരു ഏരിയ വരുന്ന സമയത്തൊക്കെ ഒന്നിങ്ങനെ ഉള്ളിലാക്കി കൊടുക്കുക. കാരണം അവിടെ ആ ഒരു വളവുണ്ടല്ലോ, ഇതിങ്ങനെ വരുമ്പോൾ ചെറിയൊരു വളവ് നമ്മൾ ഫീൽ ചെയ്യണമല്ലോ. ഓക്കെ, അതേപോലെ ഇവിടെ ആ ഒരു വളവ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുക. ഇതിങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മൾട്ടിപ്ലൈ ആണല്ലോ, മൾട്ടിപ്ലൈ നമ്മൾ ഒഴിവാക്കുക. ഈ പാക്കേജ് മുന്നിലേക്ക് ഇടാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ മൾട്ടിപ്ലൈ കൊടുക്കുക. ഈ മൾട്ടിപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ബ്ലെൻഡിഫ് അഡ്ജസ്റ്റ് ചെയ്യണം. ബ്ലെൻഡിഫ് നോക്കിക്കോളൂ. കേട്ടോ, ബ്ലെൻഡിഫിൽ വൈറ്റ് നമ്മളിങ്ങനെ കൊണ്ടുവരിക. നമ്മളിങ്ങനെ വൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം കുറച്ച് ഫിൽ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ബ്ലെൻഡിഫ് മൊത്തം കളയണം. ഓക്കെ, എന്നിട്ട് കൺട്രോൾ എൽ അടിച്ച് വൈറ്റ് നല്ലോണം കൊണ്ടുവരുന്ന രീതിയിലാക്കുക. ബ്ലാക്ക് നല്ലോണം കൂട്ടുക. ഇവിടുന്ന് വൈറ്റ് ഇവിടുന്ന് ഇങ്ങനെ കൂട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാക്കേജിൻ്റെ ആ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു സാറ്റുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. സാറ്റുറേഷൻ കുറച്ച് റെഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്പൈസിനെസ് തോന്നാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതൊരു ടേബിളിൽ കൊണ്ടുപോയി നിർത്തണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മോക്കപ്പ് സേവ് ചെയ്ത് നേരെ ഒരു ബേസ് മോക്കപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എന്ത് ചെയ്യാണ്, ഒരു 4:5 ഒരു ഇതുണ്ടാക്കാൻ പോകണം, ഒരു ഇമേജ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ 4:5 എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് 2800 3500 എടുക്കുക. അപ്പോൾ 4:5 ആണ്. കേട്ടോ, 4:5 നേരെ ഒരു ടേബിൾ എടുക്കുക. ഒരു സെക്കൻഡ്. ഒരു ടേബിൾ എടുത്ത് നല്ലൊരു ടേബിൾ എടുത്തിട്ട് ഇത് കൊള്ളാൻ തോന്നുന്നു. ഓക്കെ, കൺട്രോൾ എ അടിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ വെക്കാം. അതിന് ശേഷം ഒരു കിച്ചൺ ബാക്ക്ഗ്രൗണ്ട് എടുത്ത്, കുഴപ്പമില്ല തോന്നണു. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ആ ഒരു പാക്കേജ് അതിൻ്റെ മോക്കപ്പ് എടുത്തിട്ട് കൂടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ചിപ്സ് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അവിടെ നിൽക്കുന്ന രീതിയിൽ ഇതൊന്ന് കുറച്ച് ചിപ്സുകൾ എടുത്തിട്ട് ആഡ് ചെയ്യട്ടോ. നല്ല സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക.
പേസ്റ്റ്. ഇത് ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ഒന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഇത് റാൻഡമായിട്ട് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസോ ടൂൾ എടുത്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ കൊടുക്കാം. ഒരെണ്ണം എടുത്ത് ബാക്കിൽ കൊടുക്കാം. ഈ ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ കൊടുക്കാം. ഇതിൻ്റെ ബാക്കിൽ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി കൊടുക്കാം, ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട്. ഇവിടെ നിന്ന് കൊടുക്കാം ബാക്കിൽ. സെലക്ട് സബ്ജക്റ്റ്. നമുക്ക് ഇവിടെ കൊടുക്കാം. അത് അതായത് നല്ലത്. യെസ്, ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ ഷാഡോ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് ന്യൂ സ്മാർട്ട് ഒബ്ജക്റ്റ് കോപ്പി എടുക്കുക. എന്നിട്ട് താഴത്തുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് മാസ്ക് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് തന്നെ വരിക, ഈ ബാക്കിൽ തന്നെ വരിക, എന്ന് മൾട്ടിപ്ലൈ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ മുമ്പുള്ള നമുക്ക് ഒറിജിനൽ ഷാഡോ തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ചില്ലീസ് കൊടുക്കാം. ഈ ചില്ലി കൊടുക്കാം. നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാം. ഇവിടെ കൊടുക്കണോ അത് ഇവിടെ കൊടുക്കണോ? ഇവിടെ കൊടുത്താൽ നമുക്ക് ഇത് നീക്കാൻ കിട്ടും. ഓക്കെ, ഇവിടെ കൊടുക്കാം. ഓക്കെ, ചില്ലീസ് കയറിയിട്ട് സെലക്ട് ഒബ്ജക്റ്റ് കൊടുക്കാം, മാസ്ക് കൊടുക്കാം. നമുക്കതിൻ്റെ ഷാഡോ തന്നെ അതിന് കൊടുക്കാൻ പറ്റും നോക്കാം. അതിൻ്റെ ഷാഡോ തന്നെ കൊടുക്കാം കേട്ടോ. കോപ്പി, മാസ്ക് ഡിലീറ്റ് ചെയ്യുന്നു, ഇത് മൾട്ടിപ്ലൈ ആക്കുന്നു. നമുക്ക് അതിൻ്റെ ഷാഡോ തന്നെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഷാഡോ വർക്ക് മാനുവലി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷാഡോ കൊടുക്കാം. ഫസ്റ്റ് അതിൻ്റെ അടിയിലേക്ക് വരിക, ബ്രഷ് ടൂൾ എടുക്കുക. ഇവിടെ ഒരു ബ്രഷ് ഉണ്ട്, ഒരു ബ്രഷ്. ഈ ബ്രഷ് സെറ്റൊക്കെ നിങ്ങൾക്ക് എൻ്റെ മലയാളി ഡിസൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ടെലഗ്രാം ചാനലുണ്ട്, അതിന് കിട്ടും കേട്ടോ. ഇതൊക്കെ കിട്ടും, എല്ലാം കിട്ടും. എല്ലാം കിട്ടില്ല ബ്രഷാണ്, നമുക്ക് ഭയങ്കര ഉപയോഗപ്രദമായിട്ടുള്ള ബ്രഷുകളാണ്. നേരെ ഇങ്ങോട്ട് കൊടുക്കാം. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുക്കണം. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്? ഇതാ ഇവിടെയും അതേപോലെ ഷാഡോ കൊടുക്കണം. ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എഡ്ജിൽ ആ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ മാസ്ക് കൊടുക്കണം അതിന് കേട്ടോ. മാസ്ക് കൊടുത്തിട്ട് മിനിമം ആക്കണം. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളത്. ആദ്യം നമ്മളിതിന് സെലക്ഷൻ കൊടുക്കുക, മാസ്ക് കൊടുക്കുക, നേരെ ഫിൽറ്ററിൽ വരിക, അതറിൽ മിനിമം ഒരെണ്ണം കൊടുത്താൽ മതി.
ഒറ്റ റേഡിയസ് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വെള്ള ലൈൻ പോയി കിട്ടും. ഇതിനും അതേപോലെ തന്നെ സെലക്ഷൻ, മാസ്ക്, ഫിൽട്ടർ, അതർ, മിനിമം, എൻ്റർ പോയില്ലേ. ഈ മുളകിനും എല്ലാത്തിനും ഉണ്ടാവും, പക്ഷേ നമ്മൾ മുളകിനും നോക്കണ്ട. ഇതിന് ചിപ്സ് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയതല്ല, അതിനൊക്കെ നോക്കിയാൽ മതി. ചിപ്സ്, മാസ്ക്, മിനിമം. ഓക്കെ, അത് പിന്നെ ലൈറ്റെത്താൻ നിൽക്കണം, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനല്ലേ ഇവിടെ ഒരു ഇത് കൊടുക്കണം, ഒരു ഷാഡോ അങ്ങനെ വരും. ഇവിടെ നിന്നുള്ള ലൈറ്റ് വരുന്നത്, അപ്പോൾ അവിടെ നിന്ന് ഷാഡോ അങ്ങനെ വരും. അപ്പോൾ നമ്മളിതിൻ്റെ താഴത്തായിട്ട് ലെയർ ഉണ്ടാക്കുക. നേരത്തെ കിട്ടിയ ബ്രഷ് തന്നെ എടുത്തിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക, ബാക്കിലേക്ക് വരിക, ചിപ്സിൻ്റെ ബാക്കിലേക്ക് ഇടുക കേട്ടോ, അങ്ങനെ കൊടുക്കുക. ഈ ഒരു മാസ്ക് എല്ലാത്തിനും കൊടുക്കാൻ പറ്റും കേട്ടോ, തക്കാളിക്കും കൊടുക്കുക, എല്ലാത്തിനും കൊടുക്കുക. ഇതേ മാസ്ക് അല്ല കേട്ടോ, ഈ ഒരു ബ്രഷ് എല്ലാത്തിനും കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ബ്രഷ് കുറച്ച് ഒപ്പാസിറ്റി ഒക്കെ കുറച്ചിട്ട് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ആ ഒരു ഗ്ലോബൽ ഷാഡോ കറക്റ്റായിട്ട് കിട്ടും. സെയിം സാധനം എടുത്തിട്ട് എല്ലാത്തിനും കൊടുക്കുക കേട്ടോ. അതേ എന്താ പറയുക, ആ ഒരു വെയിലടിക്കുന്ന അതേ പാർട്ടിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നോളും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പാക്കേജിനും അതേപോലെ ഒരു ഇത് ആഡ് ചെയ്യുക. വെയിലടിക്കുന്ന രീതിയിൽ കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. ഇനി അടിഭാഗത്ത് തട്ടി നിൽക്കുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് മാത്രം നമ്മൾ വേറെ ബ്രഷ് കൊടുക്കുക. അതിന് നമ്മളിവിടെ വേറെ ബ്രഷ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ബ്രഷ് കിട്ടും. എല്ലാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്, ആ ഒരു മലയാളി ഡിസൈനർ എന്ന് പറഞ്ഞ ചാനലിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ മോക്കപ്പിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. നമ്മളൊരു എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യുക. കുറച്ച് കുറക്കുക, കുറച്ചിട്ട് ക്ലിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് കൺട്രോൾ ഐ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഷാഡോ വേണ്ടത് അവിടെ മാത്രം വൈറ്റ് ബ്രഷ് എടുത്തിട്ട് ആഡ് ചെയ്യാം. ഇതാ ഇവിടെയൊക്കെ വേണം നമുക്ക് വെള്ള ബ്രഷ്, ഒരു ഷാഡോ വേണം, നമ്മൾ അങ്ങനെയൊക്കെ കൊടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഈ സാധനങ്ങൾക്കൊക്കെ അതേപോലെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ആഡ് ചെയ്യണം. കുറക്കുക, ബ്രഷ് ചെയ്യുക, ബ്ലാക്ക് ബ്രഷ് എടുത്തിട്ട് നമുക്ക് ലൈറ്റ് വേണ്ട ഏരിയാസിൽ ലൈറ്റ് കൊടുക്കുക. ഓക്കെ, നേരെ ഉൾട്ടടിച്ചിട്ട് ചെയ്യുക. ഓക്കെ, കുറച്ച് ഫ്ലോ കുറച്ച് കുറക്കാം. എല്ലാ ചിപ്സിനും അതേപോലെ തന്നെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളുടെ ബ്രഷ് എടുത്തിട്ട് ബ്രഷ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മുകളിലെടുക്കുക, എക്സ്പോഷർ ആഡ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, ക്ലിപ്പ് ചെയ്യുക. തക്കാളിൻ്റെ മുകളിലും എക്സ്പോഷർ എടുക്കുക, ക്ലിപ്പ് ചെയ്യുക, ആഡ് ചെയ്യുക കണ്ടോ. അതേപോലെ ഈ ചിപ്സിനും എക്സ്പോഷർ എടുക്കുക, ക്ലിപ്പ് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു നൈസായിട്ടുള്ള എന്തെങ്കിലും ഒരു കളർ ലുക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിൽറ്ററൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ സംഭവം സെറ്റാവും. നമുക്ക് നോക്കാം ഏത് കളർ ലുക്കപ്പാണ് ഇതിന് ബെറ്റർ. കളർ ലുക്കപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിൽറ്റർ എടുത്താലും മതിട്ടാ. ഇത് നൈസാണ്, നൈസായ ഒരു 80% കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പുതിയൊരു അപ്ഡേഷൻ വന്നത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, ഗ്രെയിൻസ് ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രെയിൻസ് ആഡ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ. ഓക്കെ, കുറച്ച് ഗ്രെയിൻസ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഫൈനൽ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു
ചിപ്സിൻ്റെ ഒരു പാക്കേജ് ഞാൻ ഉണ്ടാക്കുന്നത്. പല ആൾക്കാർക്കും പല ടൈപ്പ് സംഭവം പല ഫ്ലോ ആയിരിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടിയും ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പക്കയായിട്ട് ഈ സാധനം കിട്ടും. ഒരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് പറഞ്ഞാണ് പോയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു പൗച്ച്, ഒരു പില്ലോ പാക്കേജ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചിപ്സൊക്കെ ഉള്ള ഒരു പാക്കേജ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ ഇതുവരെ ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു ഇതുവരെ ഉണ്ടാക്കി. ഇനി നമ്മളിത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഫൈനലായി എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു ഫൈനലായി. ഓക്കെ, ഫൈനലായി കഴിഞ്ഞാൽ നമ്മളിത് മൊത്തം കർവ് ചെയ്യണം കേട്ടോ. ഈ ഒരു ഡിസൈൻ മൊത്തം നമ്മൾ എന്താ പറയുക, ഔട്ട്ലൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആർട്ട് ബോർഡിൻ്റെ ഉള്ളിലുള്ളത് മൊത്തം സെലക്ട് ചെയ്യുക. പുറത്തുള്ളത് മൈൻഡ് ചെയ്യേണ്ടതെന്നല്ല, പുറത്തുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കർവ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് തൽക്കാലം ഇഗ്നോർ ചെയ്യാണ്. എന്തായാലും സേവ് ചെയ്യുന്ന സമയത്ത് അതവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനത് ഇഗ്നോർ ചെയ്യുന്നത്. ഇനി ഇത് മൊത്തം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടൈപ്പിൽ ക്രിയേറ്റ് ഔട്ട്ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കർവാവും. ഓക്കെ, കർവായിട്ട് ശേഷം നേരെ ഫയലിൽ വന്നിട്ട് സേവ് ആസ് കൊടുക്കുക. സേവ് ആസ് വന്നിട്ട് ഇവിടെ PDF ഉണ്ടാവും, അഡോബ് PDF, അതിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിൽ വന്നിട്ട് നേരെ പ്രസ് ക്വാളിറ്റി എടുക്കുക. പ്രസ് ക്വാളിറ്റി എടുത്തിട്ട് പ്രിസർവ് എഡിറ്റിംഗ് കേപ്പബിലിറ്റി എന്നുള്ളത് ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് സേവ് പ്രിൻ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇതാണ് നിങ്ങൾ ക്ലയൻറ്റിന് കൊടുക്കേണ്ട ഫയൽ എന്ന് പറയുന്നത്. ആ ഒരു PDF ആണ് നിങ്ങൾ ക്ലയൻറ്റിന് സെൻഡ് ചെയ്യേണ്ടി വരിക. അത് കണ്ട, ഇതാണ് ആ ഫയൽ. ഇതാണ് അവർ പ്രിൻറ്റേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പാക്കേജിങ് വീഡിയോ ആയിട്ട് കാണാം. ഇത് ഫസ്റ്റ് പാർട്ടാണ്, മറ്റേത് ഇനി ഒരു ബോക്സാണ്. അപ്പോൾ രണ്ട് തരം പാക്കേജാണ് ഉള്ളത്. ഇനി ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും പാക്കേജിങ് സ്റ്റൈലുകൾ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഓക്കെ, ശരി, താങ്ക് യു.